ഇന്ന് നമുക്ക് ചേമ്പ് നട്ടാലോ? ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നല്ലോ, ഓല കൊണ്ട് ഒരു വല്ലം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചേമ്പ് ഞാൻ അന്ന് നട്ടിരുന്നു. ആ ചേമ്പ് ദാ ഇപ്പോൾ ഈ പരുവത്തിലായി. നല്ലതുപോലെ ഇലയൊക്കെ ഉണ്ട്. ഞാനത് വെട്ടിയതാണ് പറിക്കാൻ വേണ്ടി. എന്നിട്ട് ഇപ്പോൾ ഞാനത് കിളച്ചെടുക്കുകയാണ്. ആ ഓലയൊക്കെ ഉണങ്ങി ഇപ്പം ദ്രവിച്ചു പോയി. അത് അങ്ങനെ തന്നെ നിൽക്കുന്ന, എന്നാലും വേരിറങ്ങി. അപ്പം എനിക്കൊരു ഏകദേശം 1 കിലോയോളം എനിക്കത് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ചേമ്പിൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഞാൻ കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും ചേമ്പ് നട്ടു വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ല. എല്ലാം നല്ല ഇലയായിട്ട് നല്ല വളരെയധികം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കാട് പോലെ ആവത്തില്ലേ. അപ്പോൾ അത് കാരണം ഞാൻ ഇതിൽ നിന്ന് ചേമ്പിൻ്റെ വിത്തുകളൊക്കെ അടർത്തിയെടുത്തിട്ട് അതിൻ്റെ തട അത് മുറിച്ച് നടാമെന്ന് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വല്ലത്തിലാണ് നട്ടത്. ഇപ്രാവശ്യം ഞാൻ ഒരു പഴയ ചാക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ തടയെ 2ആക്കി കഷ്ണിച്ചിട്ട് അത് 2ആക്കി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ തട ഇതുപോലെ വിത്തും നമുക്ക് നടാം, ഇതിൻ്റെ തടയും നടാം. അപ്പോൾ ഈ തട ഇപ്പോൾ 2 ഇതായിട്ട്, ഈ ചെറിയ ഇതാണ് നമ്മൾ നട്ടത്, അതിൻ്റെ മുകളിലേക്കുള്ളത് പിന്നെ വളർന്നുണ്ടായതാണ്. അപ്പം അതിനെ 2ആക്കി മുറിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് ചാരം തേച്ച് അപ്പം തന്നെ നടുമായിരുന്നു. ഇനിയിപ്പോൾ അത് മൂത്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും പറിക്കാം. ഇതുപോലെ അതിനെ മുറിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ ചാരം തേച്ച് കൊടുക്കുക. ചാണകമൊന്നും കിട്ടിയില്ല, അപ്പോൾ അത് കാരണം ചാരം തേച്ചു. കുറച്ച് ചാക്കിനകത്ത് ഞാൻ കുറേ ഇലകളിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇലയും അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട് മണ്ണിട്ടു. അതിന് ശേഷം ഇതുപോലെ അപ്പം തന്നെ നടുമായിരുന്നു. 2ആക്കി മുറിച്ച് അതിലൊരു കഷ്ണം ഒരു ചാക്കിലും വേറെ ഈ തടഭാഗം വേറൊരു ചാക്കിലും വെച്ചു. എന്നിട്ട് കുറച്ച് മണ്ണും കൂടെ അതിലിട്ടു. ഇത്രയും തന്നെ. അന്നും ഇതുപോലെ തന്നെ വല്ലത്തിൽ വെച്ചപ്പോൾ ഞാനൊരു വളവും ചെയ്തിട്ടില്ല, വെറുതെ മണ്ണിൽ കുഴിച്ചു വെച്ചു എന്ന് മാത്രം. കിട്ടിയതാവാമല്ലോ. അധികം ഒത്തിരി വളമൊന്നും ചേർത്ത് നമ്മളെന്തിനാ വെറുതെ രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നത്.